പരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളിലൂടെ എന്ന ഈ ധ്യാന പരമ്പരയിലേക്ക് നിങ്ങളെ യേശുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്ന സങ്കീർത്തനങ്ങൾ 108 108 സങ്കീർത്തനം നാം നോക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിന്നരവുമായുള്ളവരെ ഉണരുവിൻ, ഞാൻ അതികാലത്തെ ഉണരും. യഹോവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും. നിന്റെ ദയ ആകാശത്തിനു മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിക്കും മീതെ തന്നെ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശെഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരയെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രയീം എൻ്റെ തലക്കോരികയും യഹൂദ എൻ്റെ ചെങ്കോലും ആകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയും. ഫെലിസ്ത്യ ദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഇതാണ് 108 സങ്കീർത്തനം. ഈ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിച്ച് പാടുന്ന ദാവീദിന്റെ ഒരു ഗീതം, ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് യഹോവയെ സ്തുതിച്ച് പാടുമ്പോൾ അതിന്റെ പിന്നിൽ ദാവീദ് കടന്നുപോയ ഇടുക്കമേറിയ ഞെരുക്കമേറിയ അനുഭവങ്ങളുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 108 സങ്കീർത്തനം. ദൈവസന്നിധിയിലേക്ക്, ഇതിന്റെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മെ പഠിപ്പിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സങ്കീർത്തനങ്ങളിലൂടെ എന്ന ഈ ധ്യാന പരമ്പരയിൽ ഇന്ന് 108 സങ്കീർത്തനം ധ്യാനിക്കുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ഒരവസരം അവിടുന്ന് ദാനം ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സാന്നിധ്യം, കൃപ അങ്ങയുടെ മക്കൾ അനുഭവിപ്പാൻ ദൈവാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ ഒരിക്കൽ കൂടെ വചനത്തിൽ ഉറപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് തന്നെ സകല നിയന്ത്രണവും ഏറ്റെടുക്കണമേ. അങ്ങയുടെ മക്കളായ ഞങ്ങളോട് കർത്താവെ അവിടുന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കട്ടെ, അനുസരിക്കുവാനായിട്ട് ഞങ്ങളെ കൃപയാൽ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയെ പിൻപറ്റുവാൻ കർത്താവെ ഒരിക്കൽ കൂടെ ദൈവിക കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. 108 സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആമേൻ. യഹോവയ്ക്ക് കീർത്തനം പാടുവാനുള്ള ആ ദാവീദിന്റെ വ്യഗ്രതയോടെയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദാവീദ് യഹോവയെ സ്തുതിച്ചു പാടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദാവീദ് യഹോവയ്ക്ക് കീർത്തനം പാടുന്നു എന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം വലിയൊരു വിജയത്തെ നൽകിയത് കൊണ്ട്, പല അപകട അവസ്ഥകളിൽ നിന്ന് ദൈവം തന്നെ കരങ്ങളിൽ താങ്ങിയത് കൊണ്ട് ദാവീദ് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്, സ്തോത്രാർപ്പണം ചെയ്യുകയാണ് ഈ സങ്കീർത്തനങ്ങളിലൂടെ ചെയ്യുന്നത്. ഈ 108 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ പല വാക്യങ്ങളും 57 സങ്കീർത്തനത്തിന്റെയും 60 സങ്കീർത്തനത്തിന്റെയും ആവർത്തനമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല വാക്യങ്ങളിൽ 57 സങ്കീർത്തനത്തിന്റെ ചില വാക്യങ്ങളും 60 സങ്കീർത്തനത്തിന്റെ ചില വാക്യങ്ങളും 108 സങ്കീർത്തനത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. 57 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണഗീതം. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാനായിട്ട് തന്റെ പടയാളികളുമായി ദാവീദിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അല്പമാത്രം ഒരു നെല്ലിട വ്യത്യാസത്തിൽ ശൗലിന്റെ കയ്യിൽ നിന്ന് ദാവീദ് രക്ഷപ്പെട്ട ഗുഹയിലേക്ക് ഓടി ഒളിക്കുന്നതായ സാഹചര്യത്തിൽ പലപ്പോഴും ശൗലിനെ തന്റെ കയ്യിൽ കിട്ടിയിട്ടും അഭിഷിക്തന് നേരെ ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല എന്ന വചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്
ശൗലിന് എതിരായിട്ട് ഒരു വാക്ക് പറയുവാനോ ഒന്ന് പ്രവർത്തിക്കുവാനോ തയ്യാറാകാതെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പിൻപറ്റുന്ന ഒരു ദാവീദിനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ദാവീദ് ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഗുഹയിലേക്ക് ഓടിയൊളിക്കുമ്പോൾ ആ പ്രാണഭയത്തിൽ നിന്ന്, മരണഭീതിയിൽ നിന്ന് തന്നെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാണ് 57-ാം സങ്കീർത്തനം. അവിടെ പറയുന്നത്, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തിന് കീർത്തനം പാടും. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവേ ഉണരുവിൻ, ഞാൻ അതികാലത്തെ ഉണരും. ഇങ്ങനെ വംശങ്ങളുടെ ഇടയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്നുള്ള ഈ വാക്യങ്ങളെല്ലാം നമുക്ക് 108-ാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പൊ എന്തുകൊണ്ട് ഇതിന്റെ പിന്നിലെ ആ ചരിത്രം നാം പഠിക്കുമ്പോൾ, ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന, ഉറക്കം പോലും ഇല്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് ഗുഹകളിൽ നിന്ന് ഗുഹയിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദാവീദിന്റെ ആ ചരിത്രം നാം നോക്കുമ്പോൾ, ദാവീദിന്റെ അനുഭവം എന്ന് പറയുന്നത് ഒരിടത്ത് സ്ഥിരമായി നിൽക്കുവാനോ പ്രാണഭീതിയില്ലാതെ അല്ലെങ്കിൽ മരണഭയമില്ലാതെ ഒന്ന് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ദാവീദ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ പറയുകയാണ്, ഞാൻ അതികാലത്തെ ഉണരും. ഒന്ന് ശ്രദ്ധിക്കണമേ, ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകപ്പെടുമ്പോൾ പ്രാണഭയത്തിലായിരിക്കുന്ന ദാവീദ് ദൈവകൃപയിൽ ആശ്രയം വെച്ച് സ്വസ്ഥമായി ഉറങ്ങുന്നത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ ദാവീദ് പറയുന്നത്, ഞാൻ അതികാലത്തെ ഉണരും. ഹല്ലേലൂയ. ഉറങ്ങാത്ത ഒരുവന് ഉണരേണ്ട ആവശ്യകതയില്ലല്ലോ. അപ്പൊ ദാവീദ് ദൈവത്തിൽ ആശ്രയം വെക്കുന്നത് കൊണ്ട് മരണഭീതി തന്റെ പിന്നിലുള്ളപ്പോഴും സ്വസ്ഥമായി വിശ്രമിക്കുവാൻ ദാവീദിന് കഴിയുന്നു. എത്രയോ പേർ ഉറക്കം നഷ്ടപ്പെട്ട് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് നേരം വെളുപ്പിക്കുമ്പോൾ പല പല കാരണങ്ങൾ ഓർത്ത് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, കൺപോളകൾ അടയാതെ വണ്ണം കണ്ണിൽ നിന്ന് ഉറക്കം ദൂരേക്ക് മാറിപ്പോയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഈ വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, നിന്റെ പ്രശ്നം എത്ര വലുതായാലും, നിന്റെ രോഗഭാരം എത്രയായാലും, നിന്റെ കടഭാരം എത്രയായാലും, നിന്റെ അസമാധാനത്തിന്റെ അനുഭവം എത്ര തന്നെ വലുതായാലും, ദൈവത്തിലെങ്കിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് ആദ്യം ലഭിക്കുന്നതാണ് മനസ്സമാധാനം, അതിലൂടെ സ്വസ്ഥമായ വിശ്രമം, ഉറക്കം. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നേറിയത് കൊണ്ട് ദാവീദ് സ്വസ്ഥമായി ഉറങ്ങുന്നു. പ്രാണഭയത്തിന്റെ നടുവിലും ദൈവത്തോട് നിലവിളിക്കുന്ന ദാവീദ്, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുന്ന ദാവീദ് സ്വസ്ഥമായി വിശ്രമിക്കുന്നു. എന്നിട്ട് രാവിലെ അതികാലത്തെ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. തന്നെ പുലർത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. അവിടെ പറയുന്നത്, വീണയും കിന്നരവും എടുത്ത് ദൈവത്തിന് അത്യുച്ച നാദത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു ദാവീദിനെ അവിടെ കാണുവാൻ കഴിയും. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊരു വീണ്ടെടുപ്പിനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് കരങ്ങളിൽ താങ്ങി നിർത്തിയ ദൈവത്തിന് നന്ദി അർപ്പണമായിട്ട് അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് കീർത്തനം പാടുവാനായിട്ട് തന്നെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദാവീദ്. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്കാണ് അസമാധാനകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് സമാധാനം കണ്ടെത്തുവാനും സ്വസ്ഥമായി വിശ്രമിക്കുവാനും കഴിയുന്നത്? അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവ പൈതലാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പൊ ദാവീദ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ശൗലിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുമ്പോൾ എഴുതിയതാണ് ഈ 57-ാം സങ്കീർത്തനം. ഇതിന്റെ ചില വാക്യങ്ങളെ ഓർത്ത് ദാവീദ് വീണ്ടും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ആ 108-ാം സങ്കീർത്തനത്തില്. വീണ്ടും നമ്മൾ 60-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് കടന്നു പോകുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, സാക്ഷ്യ സാരസം എന്ന രാഗത്തിൽ അഭ്യസിപ്പിക്കാനുള്ള ദാവീദിന്റെ ഒരു സ്വർണഗീതം. യോവാബ് മെസപ്പൊത്തോമിയയിലെ അരാമ്യരോടും സേബയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം ഉപ്പ് താഴ്വരയിൽ 12,000 ഏദോമ്യരെ സംഹരിച്ചു കളഞ്ഞ സമയത്ത് ചമച്ചത്. ഹല്ലേലൂയ. ദൈവം ഇസ്രായേൽ ജനത്തിന് വലിയൊരു വിജയം നൽകിയപ്പോൾ ആ യുദ്ധത്തിൽ വിജയിച്ചതിന്റെ നന്ദിയാർത്ഥം ദൈവത്തിന് സ്തോത്രം ചെയ്ത് പാടുന്നതാണ് ഈ സങ്കീർത്തനം. ഹല്ലേലൂയ. യോവാബ് മെസൊപ്പൊത്തേമിയയില് അരാമ്യരോട് യുദ്ധം ചെയ്ത് അരാമ്യരെ തോൽപ്പിച്ചു, ഏദോമ്യരെ സംഹരിച്ചു മടങ്ങി വരുന്ന സമയത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ് 60-ാം സങ്കീർത്തനം. ആ 60-ാം സങ്കീർത്തനത്തിലും അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തത് കൊണ്ട് ഞാൻ ആനന്ദിക്കും, ഞാൻ ശെഖേമിനെ വിഭാഗിച്ചു, സുക്കോത്ത് താഴ്വരയെ അളക്കും,
ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെ എനിക്കുള്ളത്, എഫ്രയീം എൻ്റെ തലക്കോരികായ്, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരിപ്പെറിയും, ഫെലിസ്ത്യ ദേശമേ നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക, ഏദോമിലേക്ക് എന്നെ ആർ കൊണ്ടുപോകുക. ഈ വരികളെല്ലാം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുമ്പോൾ അവിടെ ഏദോമ്യരെ സംഹരിച്ചിട്ട് 12,000 പേരെ കൊന്നൊടുക്കിയ ശേഷം മടങ്ങി വരുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു സ്തോത്രാർപ്പണ ഗാനമാണ് അത്. ഹല്ലേലൂയ. അപ്പൊ ഈ 2 സങ്കീർത്തനത്തിലും ദൈവം നൽകിയ വിജയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഇനി നാം 108-ാം സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നതും എൻ മനം ദൈവത്തിന് കീർത്തനം പാടും. കാരണം എൻ്റെ മനസ്സ് ദൈവസന്നിധിയിൽ ഉല്ലസിക്കുന്നത് കൊണ്ട് ദൈവം നൽകിയ വിജയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? യഹോവയിലുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ കർത്താവിലുള്ള പ്രത്യാശയിൽ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്ന് നമ്മിൽ എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ, ദൈവത്തിൽ നാം ആശ്രയം വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവം നമ്മെ കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു കൊള്ളുമെന്നുള്ള വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നാം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടുകൂടെ ഞാൻ നിൽക്കുമെന്ന്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകപ്പെടുമ്പോഴും ഞാൻ ഉറപ്പുള്ളവനായി ദൈവസന്നിധിയിൽ നിൽക്കും. ഹല്ലേലൂയ. എൻ്റെ മനസ്സ് ദൈവത്തിങ്കൽ ഉറച്ചിരിക്കും. ദൈവ പൈതലെ വചനം കേൾക്കുമ്പോൾ നിനക്ക് പറയുവാൻ കഴിയുമോ? പ്രശ്നങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ എൻ്റെ മനസ്സ് ചഞ്ചലിച്ചു പോകത്തില്ല. ഈ പ്രശ്നങ്ങളിൽ നിന്ന് വിജയം നൽകുവാനായിട്ട് എനിക്ക് ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സ് യഹോവയായ ദൈവത്തിങ്കൽ ഉറച്ചിരിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് കഴിയുമോ? പ്രശ്നങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിലും ദൈവത്തിങ്കൽ ഉറച്ച മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സുരക്ഷിതമായി തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. യാതൊരു പ്രശ്നങ്ങളിലും അവൻ വീണുപോകത്തില്ല. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല ക്രിസ്ത്യാനിയുടേത്. പിന്നെയോ പ്രശ്നങ്ങളുടെ നടുവിലും വിജയത്തോടുകൂടി ദൈവം കരം പിടിച്ചു നടത്തുന്ന വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കും ദാവീദിനെ പോലെ പറയുവാനായിട്ട് കഴിയണം, എൻ്റെ മനസ്സ് ദൈവത്തിങ്കൽ ഉറച്ചിരിക്കുന്നു. ഏത് പ്രശ്നം വന്നാലും എന്നെ തകർത്ത് കളയത്തില്ല, ഞാൻ ദൈവത്തിങ്കൽ ഉറച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? കടഭാരമായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, അനുസരണയില്ലാതെ തലമുറകൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കുമ്പോഴാകട്ടെ, ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, സ്ഥിരപ്പെടുവാനായിട്ട് കഴിയുമോ? ദൈവം വലുത് ചെയ്യും. ദൈവം കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചുകൊള്ളും. അത് അനുഭവിക്കുവാനായിട്ട് കഴിയും. അതിന് കഴിയണമോ? മനസ്സ് ചഞ്ചലിച്ചു പോകാതെ, അവിടെയും ഇവിടെയും വ്യതിചലിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു മനസ്സിനുടമയായി തീരാതെ ദൈവത്തിങ്കൽ തന്നെ ഉറച്ച് ആശ്രയം ദൈവത്തിങ്കൽ തന്നെ വെച്ചുകൊണ്ട് ഉറപ്പോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് ദൈവം നമ്മെ കരങ്ങളിൽ വഹിക്കുന്നത് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ രാവിലെ ഇവിടെയും ദാവീദ് ദൈവത്തിന് സ്തോത്രം പാടി സ്തുതിക്കുകയാണ്. വീണയും കിന്നരവും എല്ലാം എടുത്ത് ദൈവത്തിന് വളരെ മനസ്സു നിറഞ്ഞ് സ്തോത്രം അർപ്പിക്കുകയാണ്. കാരണം അവന്റെ മനസ്സ് ദൈവത്തിങ്കൽ ഉറച്ചിരിക്കുന്നു. കൊല്ലുവാൻ പിന്നാലെ വരുന്ന രാജാവുണ്ടായിരിക്കാം, നശിപ്പിക്കുവാനായിട്ട് കൂട്ടം കൂടി പതിയിരിക്കുന്ന ശത്രു സേനയുണ്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിങ്കൽ മനസ്സുറച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് ആരാധന അർപ്പിക്കുവാനായിട്ട് മറന്നു പോകത്തില്ല. ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് അവൻ മറന്നു പോകത്തില്ല. കാരണം അവൻ്റെ ഏക പ്രത്യാശയും അവൻ്റെ ഉറപ്പും ദൈവത്തിങ്കലാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എവിടെയായിരിക്കുന്നു? നമ്മുടെ മനസ്സ് എവിടെയാണ് ഉറച്ചിരിക്കുന്നത്? ദൈവത്തിങ്കലാണോ? ദാവീദ് പറയും പോലെ നമുക്കും പറയുവാൻ കഴിയുമോ? എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവത്തിങ്കൽ ഉറച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വിശ്വസ്തതയെയും ദയയെയും വർണ്ണിക്കുകയാണ്. ജാതികളുടെ മധ്യേ ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് ഞാൻ ഘോഷിക്കും, ഞാൻ സാക്ഷ്യത്തോടുകൂടി വിളിച്ചു പറയുമെന്ന് പറയുന്ന ഒരു ദൈവഭക്തന്റെ വാക്കുകളെ ഇവിടെ കാണുവാൻ കഴിയും. ആമേൻ. നാം ദൈവത്തെ സാക്ഷിക്കുമോ? ദൈവത്തിന്റെ ദയയെയും വിശ്വസ്തതയെയും നാം വർണ്ണിക്കുമോ? ഇവിടെ ദൈവത്തിന്റെ ദയ ആകാശത്തിനു മീതെ വലുതാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ദയ ആകാശത്തിന് മീതെ, അത്രത്തോളം ഉയർന്നിരിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള ദയ. വീണ്ടും ദൈവത്തിന്റെ വിശ്വസ്തത ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയാത്ത ഒന്നാണ് വിശ്വസ്തത. വചനം പറയുന്നത് നമ്മോട് കരുണയുള്ള ഒരാളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും, പക്ഷെ വിശ്വസ്തനായവനെ ആർ കണ്ടെത്തും എന്ന്. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പൊ
അപ്പൊ വിശ്വസ്തത നഷ്ടപ്പെട്ടാണ് ഇന്ന് ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഓഫീസ് എടുത്താലും ഒരു ഭവനമായാലും ഏത് സാമൂഹിക ചുറ്റുപാടുകളിലുള്ള ഏത് ജീവിത സാഹചര്യങ്ങളിലുള്ള അനുഭവം നോക്കിയാലും വിശ്വസ്തത നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, മനുഷ്യൻ വിശ്വസ്തരല്ലാതെ ആയി തീരുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ഇവിടെ വചനം പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നതാണ്, അത്രയും ഉന്നതമായിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവ പൈതലായിരിക്കുന്ന നമ്മുടെ വിശ്വസ്തതയും അങ്ങനെ ആയിരിക്കണം. നാം വിശ്വസിക്കാൻ കൊള്ളാകുന്നവരായിരിക്കണം. നാം പറയുന്ന വാക്ക്, നാം കൊടുക്കുന്ന ഉറപ്പ്, നാം ഇടപെടുന്ന ഇടപാടുകൾ, ഇതൊക്കെ വിശ്വസിക്കുവാനായിട്ട് കൊള്ളാവുന്നതായിരിക്കണം. നാം വിശ്വസ്തരായിരിക്കണം ഏത് മേഖലയിലായിരുന്നാലും. ഹല്ലേലൂയ. നമ്മുടെ ഫ്രണ്ട്സിനോടുള്ള ഇടപെടലായിരിക്കാം, നമ്മുടെ ബന്ധുക്കളോടുള്ള ഇടപെടലായിരിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളോടുള്ള ഇടപെടലായിരിക്കാം, നമ്മുടെ ഓഫീസിലുള്ള ഇടപെടലായിരിക്കാം. എവിടെയായിരുന്നാലും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വിശ്വസ്തരായിരിക്കുവാനായിട്ട് ഈ നാളുകളിൽ നാം വളരെയധികം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ആലോചനയാണ് നാം വിശ്വസ്തരായിരിക്കണം. കാരണം ദൈവം വിശ്വസ്തനാണ്, അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മളും ആയിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് സർവഭൂമിക്കും മീതെ തന്നെ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മഹത്വമാണ് സകലത്തിനും മീതെ. ദൈവം നമുക്ക് നൽകുന്ന സകലത്തിനും നാം ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത് ദൈവ മഹത്വമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതാണ്. ദൈവം തന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ മനസ്സുറച്ചിരിക്കുന്നവർ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിൽ ആശ്രയം വെച്ച് നിൽക്കുന്ന ദൈവജനം അവർ വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന് പ്രിയമുള്ളവരായിരിക്കുക. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തെന്ന് കൊണ്ട് ഞാൻ ആനന്ദിക്കും. പിന്നെ അതിന്റെ താഴോട്ട് പറയുന്നത് ഓരോ ദേശങ്ങളെ അളക്കുന്നതിനെ കുറിച്ച്, അവകാശം സ്വന്തമാക്കുന്നതിനെ കുറിച്ച്, ദൈവജനത്തിന് ദൈവം ചിലത് അളന്ന് നൽകുന്ന അനുഭവങ്ങളെ കുറിച്ചും, ആ അളന്നു കിട്ടിയ ദേശങ്ങളെ പരിപാലിക്കുന്നതിനെ കുറിച്ചും, അവിടെയുള്ള ശത്രു സേനയെ സംഹരിക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ് അതിന്റെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഇതെന്തുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ, ആ ഏദോമ്യരെ സംഹരിച്ച മോവാബിനെ കീഴടക്കിയ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ദാവീദ് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ശത്രുസേനയുടെ കയ്യിൽ നിന്ന്, ജാതികളുടെ ഇടയിൽ നിന്ന് ജാതികളെ കൂട്ടം കൂട്ടമായി തോൽപ്പിച്ച് സംഹരിച്ച് നശിപ്പിച്ച് അവരുടെ ദേശങ്ങളെ കൈവശമാക്കിയിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ 108-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ല, അതുകൊണ്ടാണ് പരാജയം വരുന്നത് എന്ന് ഏറ്റുപറയുകയാണ്. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ല, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. അപ്പൊ പരാജയം ദൈവജനത്തിന് വരുന്നതിന് പ്രധാന കാരണം ദൈവം കൂടെ ഇല്ലാത്തതാണ് എന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവജനത്തിന് പരാജയം വരുന്ന മേഖല എന്ന് പറയുന്നത്? ദൈവം കൂടെ ഇല്ലാതിരിക്കുമ്പോൾ. ദൈവം എന്തുകൊണ്ട് കൂടെ ഇല്ലാതിരിക്കുന്നു എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയം വെച്ചുകൊണ്ട് എവിടെയാണോ ദൈവത്തിന്റെ ജനം ഇറങ്ങി തിരിച്ചത്, എവിടെയാണോ യുദ്ധം ചെയ്യുവാൻ കടന്നുപോയത്, എവിടെയാണോ ശത്രു സംഹാരത്തിനായിട്ട് ശത്രുക്കളെ പിടിച്ചടക്കുവാൻ, ദേശങ്ങളെ അവകാശമാക്കുവാൻ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കാതോർക്കാതെ ഇറങ്ങിപ്പോയത്, അവിടെയൊക്കെ അവർക്ക് പരാജയം കടന്നു വന്നു. സേന എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ദൈവം കൂടെ ഇല്ലാതിരുന്നപ്പോഴാണ് ഇസ്രായേലിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമ്മുടെ ജീവിതങ്ങളെ നാം ഒന്ന് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവം നമ്മോട് കൂടെ ഇല്ലാതിരിക്കുന്ന ജീവിത സാഹചര്യത്തിലാണ് നാം പരാജയപ്പെട്ടു പോകുന്നത്, നിലംപരിചായി പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയണമോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നാം ദൈവത്തോട് ചേർന്നായിരിക്കണം നടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് ദൈവജനമായി തീരുന്നത്. അപ്പൊ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതായ ദൈവജനത്തിന് പരാജയമില്ല. ദൈവം കരങ്ങളിൽ വഹിച്ചുകൊള്ളും, ദൈവം കൂടെ നടക്കും. അതില്ലാതെ വരുമ്പോഴാണ് പരാജയപ്പെടുന്ന അനുഭവം കടന്നു വരുന്നത്. ദാവീദിന് അത് വ്യക്തമായി പറയുവാനായിട്ട് കഴിയും. കാരണം
1 ദിനവൃത്താന്തങ്ങൾ 16-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ദാവീദിന്റെ ഒരു അനുഭവത്തെ കാണുവാനായിട്ട് കഴിയും. നിയമപെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ സൂക്ഷിക്കുകയും അവിടെ നിന്ന് തൻ്റെ രാജ്യത്തിലേക്ക് വളരെ ആഘോഷത്തോടുകൂടി ഈ പെട്ടകത്തെ കൊണ്ടുവരുവാനായിട്ട് ദാവീദ് തൻ്റെ കൂട്ടരുമായിട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഓബേദ് ഏദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നപ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേട്ടിട്ട് സ്വന്തം സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുവരുവാൻ, ദാവീദിന്റെ നഗരത്തിലേക്ക് ദൈവത്തിന്റെ നിയമപെട്ടകത്തെ കൊണ്ടുവരുവാനായിട്ട് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കടന്നു പോകപ്പെടുകയും അത് തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ആ പെട്ടകത്തിന്റെ മുന്നിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് സ്തോത്രം ചെയ്ത് തന്നെ ദൈവസന്നിധിയിൽ ഒന്നുമില്ലാതെ ഹീനനായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പൊടിയോളം താഴ്ത്തി കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു ദാവീദിനെ കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്റെ നിയമപെട്ടകത്തിന് മുന്നിൽ, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ ഒന്നുമല്ലാതെയായി തീർന്നുകൊണ്ട് കൽപ്പനകളെ ഏറ്റെടുത്ത് അനുസരിക്കുവാനായിട്ട് നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നിശ്ചയം നീ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിന് മുന്നിൽ നാം മറ്റാരെയും നോക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ ഇവിടെ ഇതാ നിയമപെട്ടകത്തിന് മുന്നിൽ ദാവീദ് നൃത്തം ചെയ്യുമ്പോൾ സ്വന്തം ഭാര്യയായിരിക്കുന്ന മീഖൾ, അവിടെ പറയുന്നു ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിലൂടെ നോക്കിയിട്ട് ദാവീദിനെ നിന്ദിക്കുകയാണ്. രാജാവായിരിക്കുന്നു, എന്നിട്ടും ഇത്ര ഹീനമായിട്ട് തൻ്റെ പ്രജകൾ പോലും ചെയ്യാത്ത അത്രത്തോളം താഴ്മ ധരിച്ചുകൊണ്ട് ഇത്രത്തോളം താഴുവാനായിട്ട് മനസ്സ് വെച്ച ദാവീദിനെ നിന്ദിക്കുന്ന ഒരു ഭാര്യയെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. ദൈവം ദാവീദിനെ അനുഗ്രഹിക്കുമ്പോൾ മീഖളിന് ഒരു തലമുറയെ കൊടുക്കാതിരുന്ന അനുഭവത്തെ അവിടെ കാണുവാൻ കഴിയും. എന്തുകൊണ്ട് മീഖളിന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല? ദാവീദിന്റെ ഭാര്യയല്ലേ. പക്ഷെ ദാവീദ് ദൈവസന്നിധിയിൽ താണ വീണ് ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് പിറുപിറുപ്പോടുകൂടി മാറി നിൽക്കുകയാണ് മീഖൾ ചെയ്തത്. അതുകൊണ്ട് അവൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം എത്രത്തോളം ദൈവത്തെ ആരാധിക്കുന്നുവോ, ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുന്നുവോ, വചനം ഏറ്റെടുക്കുന്നുവോ, വചനത്തെ അനുസരിക്കുന്നുവോ, അതിനനുസരിച്ചാണ് നമുക്ക് അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ കഴിയുന്നത്. അപ്പൊ 108-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായവുമായിട്ട് വളരെയധികം താതാത്മ്യം ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പൊ പല ജാതികളെയും സംഹരിച്ച് കടന്നു വരുന്നതായ ദാവീദിന് ദൈവം കൊടുത്ത വിജയത്തെ ഓർത്ത് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് തന്റെ ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്ത ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ അനുഭവങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദാവീദ് ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും, തന്റെ മനസ്സ് ദൈവത്തിങ്കിൽ എങ്ങനെ ഉറയ്ക്കാതിരിക്കും. ജാതികളുടെ ഇടയിൽ നിന്ന് വിജയത്തെ കൊടുത്ത ദൈവം, പ്രതികൂലങ്ങളുടെ സ്വാഹചര്യത്തിൽ തന്റെ പ്രാണഭയത്തിൽ നിന്ന് തന്നെ വീണ്ടെടുത്ത ദൈവം, ആ ദൈവത്തിന് അതികാലത്തെ എഴുന്നേറ്റ് നന്ദിയോടെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ഗാനത്തോടും കൂടി സ്തോത്രാർപ്പണം ചെയ്യുന്ന ഒരു അനുഭവം, അതാണ് ദാവീദിന്റെ വിജയത്തിന് പിന്നിലെങ്കിൽ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവസന്നിധിയിൽ ഉറപ്പോടുകൂടി പൂർണ്ണ സമർപ്പണത്തോടുകൂടി മനസ്സ് ചഞ്ചലിച്ചു പോകാതെ ഏതു വിഷയങ്ങളുടെ നടുവിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം തന്നെ കരങ്ങളിൽ നമ്മെ വഹിച്ച് നമ്മെ ഭദ്രമായി സൂക്ഷിക്കുകയും സകല പ്രതികൂലങ്ങളിൽ നിന്നും വിജയം നൽകി മുന്നിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുകയും ചെയ്യും. ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ വിനയപ്പെടുത്തി കൊടുക്കാമോ? കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 108-ാം സങ്കീർത്തനത്തില് ദൈവം നൽകിയ വിജയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെയും ദാവീദ് ഉറക്കെ പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. നീ ഏത് പ്രശ്നത്തിന്റെ നടുവിലായിരുന്നാലും ഉറപ്പുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുവാൻ, ദൈവത്തെ സാക്ഷിക്കുവാൻ ഈ പകൽക്കാലം ഒന്ന് തീരുമാനമെടുക്കാമോ? ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രശ്നങ്ങളിൽ വീണു പോകുവാൻ അനുവദിക്കാതെ തൻ്റെ വലം കയ്യിൽ നിന്നെ വഹിക്കുന്നത് നിനക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം.
കർത്താവെ, ഈ സങ്കീർത്തനത്തിൽ കർത്താവെ ദാവീദ് അങ്ങയുടെ സന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വിജയത്തെ പ്രാപിക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് അമേൻ മനസ്സ് തുറന്ന് ദൈവത്തിന് സ്തോത്രയാഗം ചെയ്തുകൊണ്ട് അമേൻ പാട്ടോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ ദിനവും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നടക്കുവാനും അങ്ങ് ഞങ്ങളെ വലം കൈയിൽ വഹിക്കുന്നത് അനുഭവിച്ചറിയുവാനും കർത്താവെ അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. പ്രശ്നങ്ങളിൽ താണുപോകുന്നവരായിട്ടല്ല, ദൈവം വിജയം നൽകുന്ന ഒരു തലമുറയായി നിൽക്കുവാൻ, കർത്താവെ ഒരു കൂട്ടം ജനമായി നിൽക്കുവാൻ തക്കവണ്ണം, ദൈവം ഉള്ളവരായി നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അപ്പ തിരുവെഴുത്തനുസരിച്ച് ജീവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ അവിടുന്ന് സഹായിക്കും. അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം ഏറ്റെടുക്കുവാൻ, പൂർണ്ണമായിട്ട് അങ്ങയിൽ ആശ്രയം വെച്ച് മുന്നേറുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിച്ചു അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.